കൊലോസ് ലേഖനം 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെ ആസ്പദമാക്കി 4 പ്രധാന കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, നമ്മൾ ഇങ്ങനെ കണ്ടു, യു മേ ബി ഫിൽഡ്. നിങ്ങൾ നിറഞ്ഞു വരയണം. എന്തിലൊക്കെയാണ് നിറയേണ്ടത്? വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ഇൻ ഓൾ വിസ്ഡം ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. തൻ്റെ തിരുഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ, അതുപോലെ തന്നെ എല്ലാ വിവേകത്തിലും ആത്മീയ പരിജ്ഞാനത്തിലും നിറഞ്ഞു വരയണം. ഒന്നാമതായി, ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ നിറഞ്ഞു വരണം. രണ്ടാമതായി നമ്മൾ കണ്ടു, ഗ്രോയിങ്. യു ഷുഡ് ബി ഗ്രോയിങ്. എന്തിലാണ് വളരേണ്ടത്? ഇൻ ദ നോളജ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരയണം. ഒന്ന്, നിറഞ്ഞു വരണം. രണ്ട്, വളർന്നു വരണം. മൂന്ന്, ബെയറിംഗ് ഫ്രൂട്ട്. ഫലം കായ്ക്കുന്നവരാകണം. എന്തിലാണ് ഫലം കായ്ക്കേണ്ടത്? ഇൻ എവ്രി ഗുഡ് വർക്ക്സ്. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. അപ്പോൾ ഫലം കായ്ക്കുന്നവരാകണം എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ കണ്ടത്. നാലാമതായി, സ്ട്രെങ്തൻഡ് വിത്ത് ഓൾ പവർ. സകല ശക്തിയിലും ശക്തരാകണം, അല്ലെങ്കിൽ എല്ലാ ശക്തിയിലും ശക്തരാകണം. നമുക്ക് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നാണ്. പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. സ്ട്രെങ്തൻഡ് വിത്ത് ഓൾ പവർ. അത് എങ്ങനെയാണ് സ്ട്രെങ്തൻ ആകേണ്ടത്? സകല ബലത്തോടെയും ശക്തരാകേണ്ടത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ഹിസ് ഗ്ലോറിയസ് പവർ ആൻഡ് ടു ഓൾ പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ്. പ്രൈസ് ദി ലോർഡ്. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം സകല സഹിഷ്ണുതയോടും ദീർഘക്ഷമയോടും കൂടെ ശക്തരാകണം. സകലത്തിലും ശക്തരാകണം. ഇതാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഈ വിഷയത്തെ ആസ്പദമാക്കി എങ്ങനെ ദൈവം നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ കഴിയുമെന്നുള്ളത് ചിന്തിച്ചത്. ഈ ഭാഗത്ത് നിന്ന് ഒരു കാര്യം കൂടെ നമ്മൾ കാണുന്നത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ 13-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഗിവിംഗ് താങ്ക്സ് അൺടു ദ ഫാദർ. പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അതാണ് വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ നാം ചെയ്യേണ്ട 5-ാമത്തെ കാര്യം. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ പിതാവിന്റെ സവിശേഷത, സ്വർഗീയ പിതാവിന്റെ സവിശേഷത അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പിതാവിന്, ഈ ദൈവപിതാവിന്റെ സവിശേഷത അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മളോടുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സവിശേഷത? അവിടുന്ന് നമ്മെ, 13-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. പിന്നെ എന്ത് ചെയ്തു? തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ ഈ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഹല്ലേലൂയ. എന്താ ഈ വാക്കുകൊണ്ട്, അല്ലെങ്കിൽ ഈ പദം കൊണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാനായിട്ട് കഴിയും? പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ നമുക്ക് ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാനായിട്ട് കഴിയും? ഈ സ്തോത്രം എന്ന മലയാള പദം വാസ്തവത്തിൽ താങ്ക്സ് ഗിവിംഗ് ആണ്. മലയാളത്തിൽ പ്രൈസ് എന്നുള്ളതിനെ സ്തുതി എന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഗിവിങ്ങിനെ സ്തോത്രം എന്ന് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള സാൻസ്ക്രിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള തർജ്ജമയാണ്. സ്തോത്രം എന്നുള്ള ആ തർജ്ജമ സാൻസ്ക്രിറ്റ് പശ്ചാത്തലത്തിൽ നിന്നുള്ള തർജ്ജമയാണ്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം? ഹല്ലേലൂയ. നമുക്ക് ഈ നമ്മുടെ ഭാരതീയ സംസ്കൃത പശ്ചാത്തലമുള്ള മതങ്ങളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ മതത്തിന്റെയൊക്കെ പശ്ചാത്തലം പഠിക്കുമ്പോൾ സ്തോത്രം എന്നുള്ള ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഒരു സംവിധാനം കാണുവാനായിട്ട് കഴിയും. അതിന് നന്ദി പറയുക, സ്തോത്രം എന്നുള്ളത് നന്ദി പറയുക എന്നുള്ള ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. എനിവേ, നമ്മുടെ മലയാളത്തിൽ അതുകൊണ്ടാണ് മലയാളം ബൈബിൾ ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോഴേക്കും പ്രൈസ് എന്നുള്ളതിനെ സ്തുതി എന്ന് തർജ്ജമ ചെയ്തു, താങ്ക്സ് ഗിവിംഗ് എന്നുള്ളതിനെ സ്തോത്രം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ സ്തോത്രം എന്ന വാക്ക് കേൾക്കുമ്പോൾ നന്ദി പറയണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് നന്ദി അർപ്പിക്കണം. സ്തുതി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രൈസ് ചെയ്യുക. സ്തോത്രം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഹല്ലേലൂയ. ഇനി ഈ സ്തോത്രം എന്നുള്ള പദം വരുന്ന മിക്കവാറും ഭൂരിഭാഗം ഇടങ്ങളിലും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ദൈവത്തിന് നന്ദി പറയുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തോടെ നന്ദി പറയുന്നവരാകണമെന്നാണ്. ഹല്ലേലൂയ. ഗിവിംഗ് താങ്ക്സ് ടു ഫാദർ വിത്ത് ജോയ്ഫുള്ളി. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം, സന്തോഷത്തോടെ നന്ദി പറയുന്നവരാകണം. അപ്പോ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കാൻ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്നവരാകണം, സന്തോഷത്തോടെ നന്ദി പറയുന്നവരാകണം. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ പറ്റുന്നത്? ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ നന്ദി അർപ്പിച്ചാൽ ദൈവിക വഴി വിട്ട് നടക്കാൻ നമുക്ക് പറ്റത്തില്ല, അല്ലെ? ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനകത്ത്, ചിന്തകൾക്കകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള നന്ദിയാണ്, ദൈവത്തോടുള്ള നന്ദിയാണ്. അത് നിമിത്തമുള്ള സന്തോഷമാണ്. ദൈവം ചെയ്ത പ്രവൃത്തി നിമിത്തമുള്ള നന്ദിയോടെയുള്ള സന്തോഷം, അല്ലെങ്കിൽ സന്തോഷത്തോടെയുള്ള നന്ദി കരേറ്റുന്നത് നമ്മുടെ അകത്തെപ്പോഴും ഇത് ധ്യാനിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് വിട്ട് മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയും, മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്ത പോകും, മറ്റൊന്നിലേക്ക് നമുക്ക് ചിന്ത പോയി മറ്റൊരു ദുഷ്പ്രവൃത്തിക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സിനകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ദൈവം എനിക്കു വേണ്ടി എന്നിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള നന്ദി നിറഞ്ഞു നിൽക്കുകയാണ്, കൃതജ്ഞത നിറഞ്ഞു നിൽക്കുകയാണ്. അതു നിമിത്തം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പ്രത്യേകിച്ച് ഈ ദൈവപിതാവ് നമ്മിൽ എന്ത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ചത് ഒന്നുകൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഡെലിവേർഡ് us ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹു ഹാസ് ഡെലിവേർഡ് us ഫ്രം ദ ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്. ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്. ഡൊമീനിയൻ എന്ന വാക്കിന്റെ അർത്ഥം അധികാരത്തോടെ വാഴുന്ന ഇടം എന്നാണ്. അധികാരത്തോടെ വാഴുന്ന ഇടം, അധികാരങ്ങൾ എന്ന്, ഡൊമിനിയൻസ് എന്ന് മലയാളത്തിൽ അധികാരങ്ങൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഇരുട്ട് ആധിപത്യം നടത്തിയിരുന്നിടത്ത് നിന്ന് നമ്മെ വിടുവിച്ചു. ഇരുട്ട് അധികാരം നടത്തിയിരുന്നിടത്ത് നിന്ന് നമ്മെ വിടുവിച്ചു. എന്താ ഇവിടെ ഇരുട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇരുട്ടിന്റെ അധികാരി ആരാ? പിശാചാണ്. അന്ധകാരത്തിന്റെ അധിപതിയായ സാത്താന്റെ രാജ്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ സാത്താന്റെ രാജ്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. വൺസ് വി വെയർ ദ സിറ്റിസൺ ഓർ ദ സ്ലേവ്സ് ഓഫ് ദ ഡൊമീനിയൻ ഓഫ് ഡെവിൾ, ദ ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്. പിശാചായ, ദുഷ്ടനായ, ഇരുളിന്റെ അധിപതിയായ സാത്താന്റെ രാജ്യത്തിൽ നമ്മൾ പൗരന്മാരായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ? അടിമകളായിരുന്നു. വി വെയർ സ്ലേവ്സ്. അടിമകളായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ആ അടിമകളായിരുന്നിടത്ത് നിന്ന് ദൈവം നമ്മെ ഡെലിവേർഡ്, വിടുവിച്ചു. അപ്പൊ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഇരുട്ടിന്റെ അടിമകളായിരുന്നിടത്ത് നിന്ന് ദൈവം നമ്മെ വിടുവിച്ചതിന് എപ്പോഴും സന്തോഷത്തോടെ സ്തോത്രം ചെയ്താൽ നമുക്ക് ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇരുട്ടിലായിരുന്നിടത്തോളം ഇരുട്ടിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ഇരുട്ടിന്റെ കാഠിന്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഒരിക്കൽ ഞാൻ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എത്ര ഭീകരമായ, കഠിനമായ, അധപ്പതിച്ച, മലിനമായ, ദുഷ്ടത നിറഞ്ഞ ഇരുട്ടിലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഹല്ലേലൂയ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ചില വേളകളിലൊക്കെ പുറത്ത് പോയിട്ട് രാത്രി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ
പുറത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്ത് കത്തുന്ന ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ സംവിധാനം ഇല്ലെന്നിരിക്കട്ടെ, നമ്മൾ വന്നപ്പോഴേക്കും മുറ്റത്തെല്ലാം ഇരുട്ടായിരുന്നു. റോഡിൽ ഇരുട്ട്, മുറ്റത്ത് ഇരുട്ട്. നമുക്കത് വലിയ പ്രയാസമായിട്ട് തോന്നിയില്ല. അരണ്ട വെളിച്ചമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഊഹമുള്ളത് കൊണ്ട്, സ്ഥിരം നടക്കുന്ന വഴി ആയതുകൊണ്ട് നമ്മൾ വന്നു, താക്കോലെടുത്ത് തപ്പിപ്പിടിച്ച് കീ ഹോളിലിട്ട് ആമേൻ വീടിനകത്ത് കയറി ലൈറ്റ് ഓൺ ചെയ്തു. നമ്മളിപ്പോൾ വെളിച്ചത്തിൽ നിന്ന്, വീടിനകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ എത്ര വലിയ ഇരുട്ടിൽ നിന്നാണ് ഈ വെളിച്ചത്തിലേക്ക് വന്നത്. അവിടുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ വെളിച്ചത്തിൽ എല്ലാം സ്പഷ്ടമായി കാണാം. ഞാനും ആ വെളിച്ചത്തിന്റെ ഉള്ളിലാണ്. ഇതുപോലെ ഒരിക്കൽ അന്ധകാരത്തിന്റെ ഉള്ളിൽ പിശാചിന്റെ ദുഷ്ടതയുടെ ആധിപത്യത്തിന്റെ കീഴിൽ ഞാൻ അടിമയായിരുന്നു. ഐ വാസ് എ സ്ലേവ് ഇൻ ദ ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്, ദ ഡൊമീനിയൻ ഓഫ് ഡെവിൾ. അവിടെ നിന്ന് ഗാഡ് ഹാസ് ഡെലിവേർഡ് മീ. ദൈവം എന്നെ, ദൈവപിതാവ് എന്നെ വിടുവിച്ചു. ആ രാജ്യത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല. അപ്പൊ ഇത് ഓർത്താ തന്നെ ഭയങ്കര സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതി കരയറ്റാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം പറയാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയാനായിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഭൂരിഭാഗവും ചിന്തിക്കുന്ന കാര്യം എന്താണ്? ദൈവം ഒരു ദിവസം കൂടെ എനിക്ക് ഭൂമിയിൽ ജീവനോടെ തന്നു. അതൊരു ചെറിയ കാര്യമല്ല. ദൈവം തന്നതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. പിന്നെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് നമുക്ക് ലഭിച്ച ഭൗതിക നന്മകൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം, ജോലി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ഇതിനെല്ലാം നന്ദി പറയണം. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാൾ വലുതായി, കൂടുതലായി ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ച് നന്ദി പറയേണ്ടതാണ്, ഞാൻ ഒരിക്കൽ ഇരുട്ടിന്റെ ആധിപത്യത്തിന് കീഴിലെ അടിമയായിരുന്നു. അവിടെ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ചത് എന്ന് എപ്പോഴും ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. പിന്നെ വിടുവിക്കുക മാത്രമല്ല, അവിടെ നിന്ന് വിടുവിച്ചിട്ട് അങ്ങ് വിട്ടുകളയുകയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ശത്രുവിന്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് വഴി കൊണ്ടുവന്ന് ഇനി നിന്റെ ഇഷ്ടത്തിന് വെക്കോ എന്ന് പറഞ്ഞ് വിട്ടുകളയുകയല്ല ചെയ്തത്. അടുത്ത പദം നോക്കിയേ, വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വാക്ക് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തെ ചിന്ത എങ്ങനെ ആയിരിക്കുമെന്ന് ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹി ബ്രോട്ട് us into the kingdom of dear son, his dear son. തന്റെ പ്രിയപുത്രൻ, തന്റെ ബിലവഡ് സൺ, അല്ലെ? ആമേൻ. ബിലവഡ് സൺ എന്ന്, ഡിയർ സൺ എന്ന് പിതാവ് എപ്പോഴൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? യേശു സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാവുകയാണ്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ വെൽ പ്ലീസ്ഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവായ ദൈവം പബ്ലിക്കായി അനൗൺസ് ചെയ്യുകയാണ്, പ്രൊക്ലൈം ചെയ്യുകയാണ്, ഡിക്ലെയർ ചെയ്യുകയാണ്, ഇതാ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. പരസ്യമായി പറയുകയാണ് എന്റെ പ്രിയപുത്രൻ. ആ ദൈവത്തിന്റെ പ്രിയപുത്രന്റെ സ്നേഹസ്വരൂപനായ എന്നുള്ള മലയാളം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ ആ പ്രകടനമാണ് ആ വാക്കിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഹല്ലേലൂയ. ഒരേ ഒരു പുത്രൻ, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി എന്ന് പറയുമ്പോൾ അവിടെ അതിനിടയിൽ, ആ വരികൾക്കിടയിൽ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കാൻ തന്റെ ഏകജാതനായ പുത്രൻ, സ്നേഹസ്വരൂപനായ പുത്രൻ സ്വർഗം വിട്ട് പിതാവിന്റെ സന്നിധി, അല്ലെങ്കിൽ പിതാവിന്റെ വലതുഭാഗം വിട്ട്, പിതാവിനോട് കൂടെ ആയിരുന്ന ഇടം വിട്ട്, തന്റെ മഹത്വം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, താണിറങ്ങി വന്നു. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല. ക്രൂശിൽ മരിച്ചു. അതുവരെ വേദന, നിന്ന, അപമാനം, സ്തോത്രം, ആമേൻ, ജനനം മുതൽ അനുഭവിച്ച മുഴുവൻ വ്യഥകളും, ആമേൻ, ഇതെല്ലാം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ക്രൂരമായ പീഡ സഹിച്ച് ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. ഈ ക്രൂശുമരണത്തിലൂടെയാണ്, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ ക്രൂശുമരണത്തിലൂടെയാണ്
നമുക്ക് വിടുതലുണ്ടായത്, അന്ധകാരത്തിൽ നിന്ന് വിടുതലുണ്ടായത്. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് നമ്മൾ ഇന്ന് പാടിയപ്പോഴും പറഞ്ഞു, മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ അവൻ വിടുവിച്ചു, നമ്മയൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ. അപ്പോ മരണാധികാരിയായ പിശാചിനെ നീക്കാൻ യേശു താൻ മരിച്ചു, ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് തന്റെ പുത്രനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മരണത്തിന് വിട്ടുകൊടുത്തത്, മരിക്കാൻ ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ഹല്ലേലൂയ, തന്റെ പുത്രനിലൂടെ നാം ദൈവരാജ്യത്തിലായിത്തീരണമെന്നുള്ള ദൈവകൃപയുടെ വെളിപ്പെടുത്തലാണ് തന്റെ പുത്രനെ മരിക്കുവാൻ ഏൽപ്പിക്കുവാൻ, പീഡ സഹിച്ച് മരിക്കാൻ ഏൽപ്പിക്കാൻ പിതാവിനെ പ്രേരിപ്പിച്ചത്. ഹല്ലേലൂയ. അതല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സാധ്യമായ ഏക മാർഗം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കരുണാസമ്പന്നനായ ദൈവം ആ മാർഗം തന്നെ തെരഞ്ഞെടുത്തു, ആ മാർഗം തന്നെ ഒരുക്കി. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഈ ദൈവം നമ്മെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ എപ്പോഴും ഇത് ചിന്തിക്കണം, എപ്പോഴും ഇതിന് നന്ദി പറയണം. ഏതിന് നന്ദി പറയണം? ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച്, ആ രാജ്യത്തിൽ നിന്ന്, ഇരുളിന്റെ രാജ്യത്തിൽ നിന്ന്, ഇരുളിന്റെ രാജ്യത്തിൽ അടിമയായിരുന്നിടത്തു നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അതിനകത്ത് ഭയങ്കര ആശയ വിശാലത നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യത്തിന്റെ ആശയ വിശാലത, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം, പിതാവായ ദൈവത്തിന്റെ രാജ്യം തന്നെയാണ് പുത്രനായ യേശുക്രിസ്തുവിന്റെ രാജ്യവും എന്ന് ഇവിടെ പര്യായ പദമായി പറഞ്ഞിരിക്കുകയാണ്. അതേ ആശയത്തെ തന്നെ പിതാവായ ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം, സ്വർഗരാജ്യം, അതേ രാജ്യം തന്നെയാണ് പുത്രന്റെ രാജ്യം. പിതാവിനും പുത്രനും രണ്ട് രാജ്യമില്ല. ഹല്ലേലൂയ. പിതാവിന്റെ അതേ രാജ്യം തന്നെയാണ് പുത്രന്റെയും രാജ്യം. പുത്രൻ സകലത്തിനും അവകാശിയാണ്. ഹല്ലേലൂയ. അതേ സ്വപുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്തുകൊണ്ടാ പുത്രന്റെ രാജ്യം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ ക്രൂശ് മരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുത്രന്റെ രാജ്യമെന്ന്. നാം ഈ രാജ്യത്തിലായിത്തീരാൻ കാരണം പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ രാജ്യം ദൈവം ദാവീദിനും അവന്റെ പുത്രന്മാർക്കും കൊടുത്തു എന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഒരു രാജ്യത്തിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കയ്യിൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും കൊടുത്ത് ഇസ്രായേലിനെ തന്റെ രാജ്യമാക്കി, ഈ ഭൂമിയിൽ തന്റെ രാജ്യമാക്കി ദൈവം വച്ചു എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യം സകലവിധ മീനും പിടിക്കുന്ന വലയോട് ഉപമിച്ചുകൊണ്ട് തന്റെ പുത്രൻ മുഖാന്തരം പല വർണ്ണത്തിൽ, പല ഭാഷയിൽ, പല ഗോത്രത്തിൽ, പല രാജ്യത്തിൽ നിന്നുള്ള സകലരെയും ഒരു വലയാൽ പിടിക്കുന്ന ആ ദൈവരാജ്യം തന്റെ പുത്രനിലൂടെ ഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നാം ഈ രാജ്യത്തിന്റെ ഉള്ളിലായി തീർന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്നുള്ള വിഷയം വളരെ വളരെ വിശാലമായൊരു വിഷയമാണ്, ഒരു വലിയ ടോപ്പിക്കാണ്. എന്നാൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനൊന്ന് സ്പർശിച്ചു വിട്ടത്. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. ഇവിടെ അടിമയാക്കിയല്ല വച്ചിരിക്കുന്നത്, ഇവിടെ പൗരന്മാരാക്കി വെച്ചിരിക്കുകയാണ്, ഇവിടെ പുത്രന്മാരാക്കി വെച്ചിരിക്കുകയാണ്, പുത്രത്വം നൽകി വെച്ചിരിക്കുകയാണ്. എന്തൊരു പദവിയാണ് ദൈവം നമുക്ക് തന്നത്! ഇരുളിന്റെ ആധിപത്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ പൗരന്മാരും അവകാശികളും പുത്രന്മാരുമാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ കരുണയെ ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് ഓർത്താൽ വഴി വിട്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ എപ്പോഴും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ഈ ലോകത്തിൽ ഉയർച്ചകളോ മാനങ്ങളോ പദവികളോ ഒന്നും കിട്ടിയില്ലെങ്കിലും, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും, ഈ
പദവി ഉള്ളിടത്തോളം. ഏത് പദവി? തൻ്റെ പുത്രന്റെ രാജ്യത്തിൽ ഞാൻ ആയിരിക്കുന്നു, വെളിച്ചത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് സന്തോഷത്തോടെ എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ആ ദൈവത്തിന് യോഗ്യമാവണ്ണം നാം നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 5 കാര്യങ്ങൾ ദൈവത്തിന് യോഗ്യമാവണ്ണം, വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് 5 കാര്യങ്ങൾ കൊലോസ്യർ 1:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ഈ സെഷനിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈ ഭാഗം ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സ്തോത്രം. എങ്ങനെ നടക്കണമെന്നുള്ള, എങ്ങനെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുക എന്നുള്ള വിഷയത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കേൾപ്പിച്ച ഈ വചനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം.